ശ്രീ എൻ പി ചെക്കുട്ടി, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിക്കാൻ വന്നത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തോതിൽ ഉണർവ് നൽകിയിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ വലിയ കൺസോളിഡേഷൻ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായി. ഇത്തവണ രാഹുൽ വരുന്നില്ല. മുസ്ലിം ലീഗുമായി കോൺഗ്രസ് സീറ്റ് തർക്കമുണ്ടായി. ഒടുവിൽ അതിലൊരു പരിഹാരം ഉണ്ടായെങ്കിൽ പോലും അത്ര ഹാപ്പിയല്ല അണികൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രമുഖ വിഭാഗം യു ഡി എഫിനോട് ഇടഞ്ഞു നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ തവണ ഉണ്ടായതിന് കൗണ്ടറായി ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഇത്തവണ ഉണ്ടാക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ തവണത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുസ്ലിം വോട്ടുകളിലുണ്ടായ കൺസോൾട്ടേഷനാണ്. ആ ഒരു തരത്തിലുള്ള കൺസോൾട്ടേഷൻ കഴിഞ്ഞ തവണ ഉണ്ടായ മട്ടിൽ ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പക്ഷേ അതിനെ കവർ ചെയ്യുന്ന തരത്തിൽ അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പിലുണ്ട്. അതിലൊന്ന് ഈ കേരളത്തിലെ ഇന്നത്തെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഒരു വലിയ വിപ്രതിപത്തിയാണ്. അത് അസംബ്ലി തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള സർക്കാരിനോട് ജനങ്ങൾക്കുള്ള കടുത്ത വിയോജിപ്പും എതിർപ്പും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് ഒരു 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 കൗണ്ടർ ഫോഴ്സ് എന്ന നിലയിൽ നിൽക്കുന്നതാരാണ്? അത് ഇടതുപക്ഷമോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള കക്ഷികളോ അല്ല. നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഈ ഇന്ത്യ മുന്നണിയാണ്. നേരത്തെ മുന്നണിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർ ആം ആദ്മിയായിട്ട് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞു. വലിയ എതിരാളികളായിരുന്നു. മറ്റേ മുലായം സിംഗ് യാദവിൻ്റെ എസ് പി ആയിട്ട് ബന്ധം ശക്തിപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ പല പ്രദേശങ്ങളിലും അവർ പുതിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആന്ധ്ര തെലങ്കാന, കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ വളരെ ശക്തമാണ്. ഇതൊക്കെ നോക്കിയാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു മേൽക്കൈ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ മാതിരിയുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ അന്തരീക്ഷമില്ല. എന്നിരുന്നാലും യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശരി.